സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം ആദിപരാശക്തി നമോ. മഹാമായേ കാത്തുരക്ഷിക്കണേ. എടാ, ഭക്ഷണം കഴിക്കുന്ന നേരത്തെങ്കിലും ആ കുന്ത്രാന്തൊന്ന് മാറ്റിവെക്ക്. അച്ഛൻ വെളുപ്പിന് 5 മണിക്ക് അമ്പലത്തിൽ പോയല്ലേ? ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? എടാ, അമ്പലത്തിൽ എന്തിനാ മോനെ പോകുന്നു? പ്രാർത്ഥിക്കാൻ മനസ്സുരുകി പ്രാർത്ഥിച്ച വിളികേക്കുന്ന ദേവിയ അവിടെ ഉള്ളത്. അമ്മേ മഹാമായേ. ശാന്തേ, ഒരു ഗ്ലാസ് വെള്ളം. അച്ഛനൊക്കെ വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. ഇവിടെ ഒരു ദൈവവും ഇല്ല, ഒരു പ്രയോഗവും ഇല്ല, ഒരു ഓപ്പും ഇല്ല. ദൈവദോഷം പറയല്ലേ കുഞ്ഞ്. എല്ലാ ആപത്തിലും നമ്മളെ രക്ഷിക്കുന്നത് ദേവിയാണ്. അവന്മാരിലൊക്കെ കൂടി നീയും ചീത്തേ. എടി ശാന്തേ, വെള്ളം കൊടുക്കാൻ. പിന്നെ നല്ല കാര്യമായി. എൻ്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയരുത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞേ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാൽ മതി ദൈവം ഉണ്ടെന്ന്. അപ്പം ഞാൻ വിശ്വസിക്കും. ഞാനിങ്ങനെ പയറുമണി പോലെ നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? സ്വപ്നത്തിൽ വരാൻ നേരത്ത് നീ പേടിച്ചില്ലേ? എൻ്റെ പൊന്നച്ഛനല്ലേ വന്നത്, ഞാൻ പേടിക്കുവാ. തമാശ പറഞ്ഞാണ് എൻ്റെ പൊന്നെ. ശാന്തേ, വെള്ളം. അമ്മ പശുവിനെ കെട്ടാൻ പോയിരിക്കും. കണ്ടിട്ട് തോന്നല്ലേ പഠിക്കാൻ പോണം. പഠിക്കാൻ പോടാ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല, നിങ്ങളെ പണി ചൂണ്ടിട്ട് ഇവിടെ കാണുമല്ലോ. വന്ന് വന്ന് പിള്ളേർക്ക് പോലും മെനയിലാതി. സത്യം. പിന്നെ ഒരെണ്ണം അടിക്കാൻ വല്ല വകുപ്പുണ്ട്. എടാ, ഇന്ന് സുധീർ അച്ഛൻ ആറില്ലേ ഇന്ന്? എടാ, എന്നിട്ട് അവൻ നമ്മൾ വിളിച്ചില്ലല്ലോ. ആ, വിളിച്ചില്ല. നമുക്കൊരു പണി ചെയ്യാം. എന്റെ വീട്ടിലോട്ട് പോയാലാ? പോവാ. ചിലപ്പോലെ നടന്നാലാ? ഈശ്വരാ, കൈയും കാലൊക്കെ നല്ല മരവിപ്പ്. വല്ല പണിക്കും കൂടെ മുന്നപ്പോൾ. ഓ, എണീക്ക. പിന്നെ ഞങ്ങളെ രണ്ടുപേരും ആണ്ട് വിളിക്കാൻ മോശമായി പോയി. അതൊക്കെ പോട്ടെ, എന്തായാലും 2 അടിക്കല്ലേ. അല്ലെ ഇപ്പൊ വെച്ച അങ്ങനെ ആരെയും വിളിച്ചില്ല. ചെറിയ രീതിയിലൊക്കെ കണ്ട് പരിപാടി നടത്തി. അല്ല, നിനക്കെന്ത് പറ്റി? പനി അടിച്ച ഒന്നും പറയണ്ട. ഇന്നലെ ഞാൻ കണ്ണകുളത്ത് വരികയായിരുന്നു. നമ്മുടെ കൈതക്കാട് നിന്ന് പടിഞ്ഞാട്ടിറങ്ങി പാടത്ത് വന്നതാ. ഒന്ന് പേടിച്ച് നല്ലപോലെ പേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പേടിച്ച്. അല്ലെങ്കിൽ ഇവന് വാഴക്കയെന്നെങ്കിലും അനങ്ങണ്ട അപ്പൊ പേടിക്കും. ബോധം പോയി. ബോധം തെളിയുമ്പോ ഞാൻ ഈ പയല. ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നാളെ പറയാൻ സുധീണാ, രണ്ടുപേരും കൂടി അടിക്കാനുള്ള തരാന്ന്. പിന്നെ ഇല്ലേ, ഗ്ലാസ് എടുക്കും. ഗ്ലാസ് എടുത്തിട്ട് ഒരു 60 അങ്ങോട്ട് അടിക്കും. മച്ചാനെ മരുന്നാണ്. ഇന്നലെ വെളുപ്പിനെ പാടന്ന് പോയിക്കൊണ്ട് വന്നാണ് മനുഷ്യനെ അപ്പുറം ചേച്ചനുമായിട്ട്. പൊന്നെ കണ്ട് പേടിച്ച് ബോധം പോയി. അത് മരുന്ന് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ പാടെ അവിടെ ഇതിനു മുമ്പ് ആരോ പേടിച്ചിട്ടുണ്ടെന്നൊരു സംഭവം കേൾക്കുന്നത്. ഇതിനു മുമ്പ് ആരോ പേടിച്ചിട്ടുണ്ടോ? എടാ, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? ഞാനില്ല, പോകുന്നില്ല. പക്ഷെ പച്ചക്ക് പോയാലേ 2 അടിച്ചിട്ട് പോവാം. അതാണ് എന്റെ കറക്റ്റ്. പൊന്നണ്ണാ, നമ്മളില്ലേ പിന്നെ എല്ലാം കൂടെ പോകണമെങ്കിൽ പോയേക്കാം. ഓക്കെ, നമ്മ പോകും, പോയിരിക്കും.
ഇത് തൈക്കിയ കവലെന്നല്ല കേട്ടോ, ചേർത്തലയിൽ പോയി വാങ്ങിച്ചിട്ട് വരണം. പിന്നെ ഞങ്ങള് പോകാത്ത കൊണ്ടുപോടാ മീറ്റ് കിട്ടാനായിട്ട് ആരും ചാവണ്ട. ആദ്യം അണ്ണൻ അടിക്കട്ടെ. എങ്ങോട്ടായി പാതിരാത്രി? ഈ സ്ഥലം അത്ര ശരിയല്ല. അത് പറയാൻ താനാരാ? എന്താടോ ചെല്ലടാ, ചെന്ന് മേടിക്ക്. നീ പറഞ്ഞ സമയമായിട്ട് അരമണിക്കൂറിന്റെ വ്യത്യാസം. പോണോടാ, എനിക്കാണ് പേടിയാണ്. ഞാനില്ലേ ഒരു ചങ്ങല വലിയും പോലെ ഒന്ന് പേടിപ്പിക്കാണ്. ചങ്ങല വലിയും കേൾക്കുന്നുണ്ടാ. എടാ ഞാൻ പറഞ്ഞതല്ലേ പറണ്ടെന്ന്. ഒരു പന്തം ഞാൻ പറഞ്ഞതല്ലേ പറണ്ട. എനിക്ക് തടസ്സമുണ്ടാക്കാതെ വഴിമാറും. അമ്മേ, മഹാമായേ, പറഞ്ഞല്ലോ പറഞ്ഞത്. അമ്മേ, അരുത്. എന്റെ കുഞ്ഞുങ്ങളാ, കാത്തുരക്ഷിക്കും. മകനെ, നിങ്ങളിപ്പോ കണ്ടത് നമ്മെ സകല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന ഈ ദേശത്തിന്റെ കാവലായി നിൽക്കുന്ന ദേവിയുടെ വരത്തുപോക്കാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. കൂരുന്നു മനസ്സുകളെ താലോലിച്ചെടുത്തു ചിക്കരക്കുട്ട
കുട്ടികളാക്കും അമ്മ ചക്കരക്കുട്ടികളാക്കും കുരുന്നു മനസ്സുകളെ താലോലിച്ചെടുത്ത് ചിക്കരക്കുട്ടികളാക്കും അമ്മ ചക്കരക്കുട്ടികളാക്കും